പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊന്ന് വയലിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പൊ കൂടെ അനിയത്തിയുണ്ട്, പിന്നെ ഉമ്മായുണ്ട്. ഉമ്മ ക്യാമറയുടെ മുമ്പിലോട്ട് പോലും വരുന്നില്ല, പേടിയാ. പിന്നെ ഇപ്പൊ നമ്മൾ വയലിലോട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നിറയെ വയലാണ്. പണ്ട് ഇവിടെ നല്ല നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർ കുറെ മരക്കമ്പ് വാഴയും മരക്കമ്പൊക്കെ നട്ട് ചേമ്പും കുറെ വാഴയൊക്കെ ഇപ്പൊ നെൽകൃഷിയൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. ഇത് ഉമ്മയാണ് കേട്ടോ. ഉമ്മ ഒരു ഹായ് പറ. അപ്പൊ മുമ്പൊക്കെ ഈ വയലിലോട്ടൊക്കെ ഞാൻ ഇറങ്ങുമ്പോ നല്ല നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. തോട് നല്ലപോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വയലിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മളൊരു മീൻകുളം കണ്ടിട്ടുണ്ട് കേട്ടോ. സർക്കാരൊന്ന് പഞ്ചായത്ത് കുളമാണ് കേട്ടോ, പഞ്ചായത്ത് കുളമാണ്. അപ്പം അതിൻ്റെ അകത്ത് വയലിൻ്റെ മധ്യത്താണ് കേട്ടോ അത്. അപ്പം അതിൻ്റെ അകത്ത് കുറേ സിലോപ്പി കുഞ്ഞുങ്ങളും മുഷിയും ആഫ്രിക്കൻ മുഷിയും എല്ലാം ഉണ്ട്. വളർത്തു മീനുകളാണ് കേട്ടോ, നിറയെ വളർത്തു മീനുകളാണ്. അപ്പം ഉമ്മ പറഞ്ഞു ഇതിലേ ചെന്നു ഇതിലേ ചെല്ലുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിലേ കൂടെ അങ്ങോട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമര നടാൻ നമ്മൾ ഇവിടെ നിന്നാണ് മണ്ണൊക്കെ എടുത്തത്. അപ്പം നമ്മൾ വെക്കൊണ്ടിരിക്കുകയാണ്. താന്ന് പോവോ എന്തോ. അപ്പൊ ഫ്രണ്ട്സ്, ഒരു വലിയ മീൻ ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് കുളം വിട്ടിട്ട് പോയേ ഉള്ളു. ഇതാണ് വലിയ കുളം കേട്ടാ. വളർത്തു മീനുകളാണ് ഇഷ്ടംപോലെ ഉള്ളത്. ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ കുളം വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു മീൻ നമ്മൾ വന്നപ്പോ ഇവിടെ മകളിൽ പൊങ്ങി നിൽക്കായിരുന്നു. നമ്മൾ വന്ന് നോക്കിയത് അത് വന്നു. അവിടെ ഇതാണ് പഞ്ചായത്ത് കുളം, വലിയ പഞ്ചായത്ത് കുളമല്ല, വയലില് കുളം കുഴിച്ച് മീൻ കൃഷി നടത്തുന്നു. ഉമ്മ പറയും കേട്ടാ. ഇത് വയലില് മീൻ കൃഷി നടത്തുന്നതാണ്. ഇവിടെ വലിയൊരു നല്ല നെൽകൃഷിയുള്ളൊരു വയലായിരുന്നു. ഇപ്പൊ പഞ്ചായത്തിൽ നിന്നും എന്താണ് പറയുന്നത്, പഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പാറ നിർത്തിയിട്ട് അവർ കുളം കുഴിച്ചിട്ട് മീനെ വളർത്തിയാണ്. ഇവിടെ വളർത്തു മീനാണ്. പിന്നെ വയലാണ്. ഇപ്പോൾ ഈ വയലിൽ നിറച്ചും എന്താണ്, വാഴ മാത്രമേ ഉള്ളൂ. ആദ്യം നെൽകൃഷിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വാഴ, ചേമ്പ്. ഈ വയലിൻ്റെ ഈ മധ്യഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ ഏകദേശം താഴെ അറ്റം വരെയുള്ള എല്ലാ വീടുകളും അവിടെ ആരെങ്കിലും നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരെയും കാണത്തില്ല. നിറച്ചും കാട്, അങ്ങനെ പുല്ലൊക്കെ വളർന്ന് കിടക്കുകയാണ്. പിന്നെന്താണ്, എല്ലാവരും സുഖാണോന്ന് വിചാരിക്കുന്നു. ഒരു മീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങ് അറ്റത്ത് നീ കിടന്ന് വിളിക്കാല്ലേ, അവിടെ ഭയങ്കര നീ മീനെ കണ്ടിട്ടില്ലേ? അതോ ഒരു മീൻ പോണുമ്പോ കണ്ട അടി കൂടെ പോണണ്ട. കുറെ മാനത്തിനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ മുഷി കിടക്കുന്നു. പോണോ കേട്ടോ, കാണത്തില്ല. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഇവർക്ക് കാണാൻ പറ്റില്ല. പോട്ടെ, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വയലിന്റെ മധ്യത്തോട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതേ നിറയെ പാടമാണ്. പാടമൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഉമ്മ നേരെ പറഞ്ഞില്ലേ, ഇവിടെ മൊത്തം വാഴ കൃഷിയും കുറെ എന്താ പറയാ മരക്കമ്പ് കൃഷിയൊക്കെയാണ്. ഇപ്പൊ കുറച്ചെല്ലാം ഇവിടെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും നടാനായിരിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ നേരെ കുമ്മായമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുമ്മായം അങ്ങോട്ട് വിതറി വെച്ചിട്ടുണ്ട് വയൽ വെട്ടായിരിക്കാണേ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കുളം അങ്ങാണ് കേട്ടോ. അത് വലിയ ആഴൊളി, എത്ര അടിയാണ്, 10-13 അടിയുള്ള കുളമാണ് കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് അടുത്തോട്ട് പോകാൻ അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ നല്ല ആഴമുള്ള തോടുണ്ട് കേട്ടോ. ഇവിടത്തേക്ക് ഇതൊക്കെ വേനൽക്കാലം ആയതുകൊണ്ട് മൊത്തം വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ അനിയത്തി ഓടിച്ചാടി പോയാണ് ഇപ്പൊ കിടന്നേനെ തോട്ടിൽ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതേ ഒരു തോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അനിയത്തി ഇതാ ഇവിടെ നിന്ന് ചാടി ഉല്ലസിച്ച് കളിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ മുമ്പ് മീനൊക്കെ പിടിക്കുമായിരുന്നു. ഇവിടെ അത്ര ആഴമില്ല, നല്ല നീണ്ടു കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു തോടാണ്. വെള്ളമൊക്കെ വറുത്ത് തെറിപ്പിക്കണം. ഇതുപോലെ ഞാൻ ഒരു അടി കൊടുക്കട്ടു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മളെ മുകളിലാണ് നമ്മളെ വീട് കേട്ടോ. നമ്മളെ വീട്ടിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു കുളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ കുളം തന്നെയാണ്, പക്ഷേ എത്ര കുളിച്ചാലും വെള്ളം തീരില്ല. ഇത് ഇറക്കാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മൾ വെള്ളം എടുക്കും തോറും ഇത് നല്ല ഊറ്റായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. വേനൽക്കാലത്തൊക്കെ ഇതിൽ വെള്ളം വറ്റാറില്ല. അപ്പം അങ്ങ് അപ്പുറത്തെ സൈഡിലുള്ളവർ, എല്ലാ സൈഡിലുള്ളവരും ഇവിടെ വന്നാണ് കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ആരും അത്രയ്ക്ക് വരെയൊന്നുമില്ല. കുളമൊക്കെ നല്ല വേസ്റ്റായിട്ട് കിടക്കുകയാണ്.
അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.